ഹലോ, ആദിസ് ഫ്ലാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ തേങ്ങ ചുട്ട് നന്നായിട്ട് ഇടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാതും ചതച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ സ്പെഷ്യലായിട്ടാണ് നമ്മുടെ തേങ്ങ കേട്ടോ. തേങ്ങ ചുട്ട് നന്നായി ഇടിച്ച് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി എടുത്ത് നന്നായി ചതച്ച് അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും അതുപോലെ നമ്മൾ തേങ്ങ ചതച്ചെടുത്തത് അതും കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ചിക്കൻ കറിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ ലാലേട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ലാലേട്ടൻ്റെ റെസിപ്പി കണ്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മളുടെ ഉള്ളിയും എല്ലാതും വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ നമ്മളുടെ കുരുമുളക് പൊടി, ഇതിൽ കുറച്ച് മസാലകളെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ഇത് 4 ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ മസാലകളൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് നമ്മളുടെ എരിവൊക്കെ നമ്മളുടെ പാകത്തിനനുസരിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എരിവിനായിട്ട് പച്ചമുളക് ചതച്ചത് ചേർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുരുമുളക്, പിന്നെ ഈ ചില്ലി ഫ്ലേക്സ്. ഇതാണ് കേട്ടോ നമ്മളിതിന് സ്പൈസി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളെ ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ആയിട്ട് അത് വെന്ത് വരണം. അങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ കറി പോലെ ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു റോസ്റ്റ് ചെയ്തൊക്കെ ഒരു ലുക്കായിരിക്കും ഇതിനുണ്ടായിരിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് അല്പം ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ചിക്കനിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമുക്ക് മൂടി വെച്ച് അല്പം നേരം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളുടെ ടേസ്റ്റി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ ലുക്ക് ഇല്ലെങ്കിലും ആൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.